ഇന്നലെ ന്യൂസ് മലയാളത്തിന്റെ പ്രീ പോൾ സർവേ ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 140 മണ്ഡലങ്ങളിലൂടെയുമുള്ള ന്യൂസ് മലയാളത്തിന്റെ പ്രീ പോൾ സർവേയിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് വ്യക്തമായത്. അതേസമയം ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് വോട്ടർമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഡീൽ വിവാദത്തിനപ്പുറം മറ്റ് പല വിഷയങ്ങളുമാണ് വോട്ടർമാരുടെ മനസ്സിലെന്ന് വ്യക്തമാക്കുന്നതാണ് സർവേ ഫലം. അതേസമയം MLA-മാർക്കെതിരെ വികാരമില്ല എന്ന കനകോലു സർവേ ശരിവെക്കുന്നതാണ് സർവേ ഫലവും സൂചിപ്പിക്കുന്നത്. മണ്ഡലങ്ങളിലെ സ്വിംഗ് വോട്ടുകളാകും ഇക്കുറി ഈ തിരഞ്ഞെടുപ്പ് വിജയിയെ തീരുമാനിക്കുക എന്നും വ്യക്തമാക്കുകയാണ്. ന്യൂസ് മലയാളം സർവേ ഫലം നൽകുന്ന സൂചനകൾ എന്ത്? ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നു. ഗൗതം നമുക്കൊപ്പം തത്സമയം ചേരുന്നു വിശകലനങ്ങളുമായി. ഗൗതം, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ന്യൂസ് മലയാളത്തിന്റെ പ്രീപോൾ സർവേ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടു. ഇന്ന് അതിന്റെ രണ്ടാം ഭാഗമുണ്ട്. 140 മണ്ഡലങ്ങളിലൂടെ നടത്തിയ സർവേ ആണ്. ഈ സർവേയിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഭരണവിരുദ്ധ വികാരം, ഒരു വലിയ അർത്ഥത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല. അതേപോലെ തന്നെ നേതാക്കളെല്ലാ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും ഇപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു ഡീലിനെ കുറിച്ചാണ്. ഈ മുന്നണികൾ തമ്മിലുള്ള ഡീൽ അത് സാധാരണക്കാർക്കിടയിൽ എത്രമാത്രം ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യമായിരുന്നു. അതിനും ഇന്നലത്തെ പ്രീപോളിൽ നൽകുന്ന ഉത്തരം അത് കാര്യമായിട്ട് ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതും, മറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ പ്രചാരണ വിഷയമായിരുന്ന ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവമായി നിലനിൽക്കുന്നു എന്നുമാണ്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്ന് MLA-മാർക്കെതിരെ ഒരു പ്രത്യേകിച്ച് ഒരു വിരുദ്ധ വികാരം ഇല്ലതാനും. അപ്പോൾ ഈ മൊത്തത്തിൽ ഈ സർവേ ഫലം നൽകുന്ന സൂചന എന്താണ്? നമ്മൾ എന്ത് മനസ്സിലാക്കണം? ജനമനസ്സുകളെ എങ്ങനെ വിലയിരുത്തണം ഗൗതം? ഇത് ജനമനസ്സുകളെ വിലയിരുത്തുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമായിട്ടില്ല. ഇന്ന് നമ്മുടെ സർവേയുടെ രണ്ടാം ഭാഗം കൂടി വരുന്നുണ്ട്. അതും കൂടി വന്നതിന് ശേഷമായിരിക്കും പൂർണ്ണമായും നമുക്ക് അതിനകത്ത് ഒരു പൂർണ്ണാർത്ഥത്തിലുള്ളൊരു വിലയിരുത്തൽ നടത്താൻ കഴിയുക. പക്ഷേ നിലവിലുള്ള സർവേ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കനകോലു സർവേ റിപ്പോർട്ട്, ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്ന കനകോലു സർവേ റിപ്പോർട്ടിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായ രണ്ട് മൂന്ന് ഘടകങ്ങളുള്ളത്. ഒന്ന്, സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്നില്ല. സർക്കാരിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് വിവിധ ലിംഗങ്ങളിൽ പെട്ടിട്ടുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ നൽകിയിട്ടുള്ള പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ അതിന് വിശദമായ പ്രതികരണത്തിൻ്റെയും ഗ്രാഫും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് ഇന്നലെ പുറത്തുവിട്ടതാണ്. അത് പരിശോധിച്ചാൽ സർക്കാർ ശരാശരിയാണെന്നും മികച്ചതാണെന്നും വളരെ മികച്ചതാണെന്നും അഭിപ്രായപ്പെടുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതൽ, അല്ലെങ്കിൽ അവരുടെ പെർസെൻറ്റേജ് ആണ് കൂടുതൽ. അതോടൊപ്പം തന്നെ ഈ നേതാക്കളുടെ വിലയിരുത്തലിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ മികച്ചതെന്ന് വിലയിരുത്തുന്ന ആളുകളുമുണ്ട്. അതായത് രണ്ട് തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഈ പ്രതീക്ഷിക്കുന്ന പോലെ, അല്ലെങ്കിൽ 10 വർഷം ഭരിച്ച ഒരു സർക്കാരിനെതിരെ പ്രതീക്ഷിക്കപ്പെടുന്നത് പോലെയുള്ള ഒരു വിരുദ്ധ വികാരം, അല്ലെങ്കിൽ സർക്കാർ അടിമുടി മോശമാണ് എന്നുള്ളൊരു അഭിപ്രായം നിലവിൽ ഈ സർവേ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തനം വളരെ മികച്ചതാണെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളും സർവേയിലുണ്ട്. അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് നിലവിൽ നമുക്ക് മണ്ഡലങ്ങളിലെ സ്വിംഗ് വോട്ടുകളായിരിക്കും ഇത്തവണത്തെ വിജയെ തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത്. ആ സ്വിംഗ് വോട്ടുകൾ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സ്വിംഗ് വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് അവർ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. അതിൽ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്നു എന്നതാണ് സർവേ ഫലം നൽകുന്ന ആ സൂചന. അതുകൊണ്ട് തന്നെ ഡീൽ വിവാദത്തിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത് മറ്റു പല വിഷയങ്ങളും ആയിരിക്കും എന്നതാണ് നമ്മുടെ ആദ്യഘട്ട സർവേ പൂർത്തിയാകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ 10 വർഷം പൂർത്തിയായതിനു ശേഷം നിൽക്കുന്ന, നിസ്സംഗമായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇനിയും തീരുമാനം എടുത്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ചാഞ്ചാട്ടത്തിലുള്ള ഈ വോട്ട് ശതമാനമായിരിക്കും, അല്ലെങ്കിൽ ഈ വോട്ടർമാരായിരിക്കും സ്വാഭാവികമായും ഓരോ മണ്ഡലത്തിലും വിജയികളെ തീരുമാനിക്കുന്നത്. ആ വോട്ടർമാർക്ക് കൃത്യമായി തന്നെ നിലപാടുകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 140 മണ്ഡലങ്ങളുടെയും വീടുകളിൽ നേരിട്ടെത്തി അവിടെ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായ വിവരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഉള്ളത്, നിലവിലുള്ള സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പ്രധാനമായും ഉന്നയിക്കപ്പെടേണ്ട വിഷയങ്ങൾക്കകത്ത് വികസനം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനം സംബന്ധിച്ച്, അതായത് ധനകാര്യ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ പ്രകടനത്തിൽ വലിയ തരത്തിൽ സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന നിലയിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതേസമയം വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ കുറെ കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച സ്വിംഗ് വോട്ടുകൾ വിധിയെഴുതുക. അതുകൊണ്ട് തന്നെ അപ്രവചനീയമായ, അല്ലെങ്കിൽ നമുക്ക്
കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അണ്ടർ കറണ്ട് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ അണ്ടർ കറണ്ട് ആർക്ക് അനുകൂലമാകുമെന്നതിൽ കൃത്യമായ ധാരണയിലെത്താൻ ഇന്നത്തെ സർവേയുടെ റിപ്പോർട്ട് കൂടി അല്ലെങ്കിൽ സർവേയുടെ രണ്ടാം ഭാഗം കൂടി പുറത്തു വരേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. എന്തായാലും ഇക്കുറി പോരാട്ടം കടുക്കും എല്ലാ മണ്ഡലങ്ങളിലും എന്ന് അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ പോരാട്ടത്തിൻ്റെ ആധാരമായി വരുന്ന കാര്യങ്ങൾ സാധാരണ ഇലക്ഷനിൽ കാണുന്ന പോലെയുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തുടർന്നുള്ള ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒറ്റ പ്രചരണത്തിൽ നിന്നുകൊണ്ടുള്ള വിധിയെഴുത്തോ ആയിരിക്കില്ല എന്നതാണ് സർവേ നൽകുന്ന സൂചന. ശരി, അപ്പം ഇനിയും നമ്മൾ കുറച്ചും കൂടി കാത്തിരിക്കണം. എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ ഇപ്പം എന്തൊക്കെ പ്രചാരണമൊക്കെ നടന്നാലും ആളുകളുടെ മനസ്സിൽ എന്താണുള്ളത് എന്ന കാര്യം ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അതിന് അവസാനം മെയ് 4-ന് ആ പെട്ടി പൊട്ടിക്കേണ്ടി വരും. അപ്പം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം എനിവേസ് ഇങ്ങനെയാണ് നമ്മുടെ